ടോപ്പിക്കാണ് ADC അഥവാ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കൺട്രോളുടെ പേരാണ് PIC16 8777 എന്ന മൈക്രോ കൺട്രോളർ. അപ്പം എന്തിനാണ് നമ്മളിവിടെ ADC യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ PIC16 8777 എന്ന മൈക്രോ കൺട്രോളറിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അനലോഗ് സിഗ്നൽസിനെ പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും? അതിനെ ഡിജിറ്റലി നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പം ആ ഡിജിറ്റലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു കൺവേർട്ടറിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ADC അഥവാ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ADC റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 ബിറ്റ് റിസൾട്ട് ആയിരിക്കും. പക്ഷേ നമ്മളുടെ കയ്യിരിക്കുന്ന കൺട്രോളർ മൈക്രോ കൺട്രോളർ എത്രയെന്ന് വെച്ചാൽ 8 ബിറ്റ് മൈക്രോ കൺട്രോളർ. അപ്പൊ നമുക്ക് 8 ബിറ്റ് മൈക്രോ കൺട്രോളർ എങ്ങനെയാണ് നമുക്ക് 10 ബിറ്റ് ADC റിസൾട്ട് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന? അപ്പൊ നമ്മൾ ഇവിടെ മെയിൻലി 4 രജിസ്റ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ADRESH-ഉം ADRESL-ഉം AD-0 AD-1. ഇവിടെ ADRESH-ഉം ADRESL-ഉം അതെന്താന്ന് വെച്ചാൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ്. അതേ സമയത്ത് AD-0-യും AD-1 ഈ രണ്ട് രജിസ്റ്റേഴ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്ന? ADC-നെ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ADC അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് വെച്ചാൽ ഒരു 10 ബിറ്റ് മൈക്രോ കൺട്രോളർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് എന്ന് 10 ബിറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെ 10 ബിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ രജിസ്റ്റേഴ്സും 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പം എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് രജിസ്റ്റേഴ്സ് ആണ് ADRESH-ഉം ADRESL. അപ്പൊ ഈ രണ്ട് 8 ബിറ്റ് രജിസ്റ്റേഴ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ ചേർത്ത് വെക്കും. എന്നിട്ട് അതിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം രണ്ട് 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ചേർത്ത് വെക്കുമ്പോൾ ടോട്ടൽ 16 വേക്കൻസി ആണ്. അതിന്റെ അകത്ത് നമ്മുടെ റിസൾട്ട് 10 ബിറ്റ് ADC റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ബാക്കിയുള്ള 6 വേക്കൻസി നമ്മൾ എന്ത് ചെയ്യും? സീറോസ് ആഡപ്പ് ചെയ്യും. എങ്ങനെയാണ് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബാക്കിയുള്ള രണ്ട് രജിസ്റ്റേഴ്സ് കൺട്രോൾ രജിസ്റ്റേഴ്സ് ആണ്. എന്തിനെ കൺട്രോൾ ചെയ്യാൻ? നമ്മുടെ ADC നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ കൺട്രോൾ രജിസ്റ്റേഴ്സ് ആണ് എന്താണ്? AD-0 AD-1. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ കൺട്രോൾ രജിസ്റ്റേഴ്സ് ആയി AD-0 AD-1. അതിൽ AD-0 നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ AD-0 രജിസ്റ്റർ. ഇവിടെ നിന്നാണ് ഇതിന്റെ 0th ബിറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അപ് ടു 8 ബിറ്റ് വരെ ഉണ്ട്. അപ്പം നമ്മൾ കോൺഫിഗർ ചെയ്ത് വരുന്നത് ഈ 7th ബിറ്റിനായിരിക്കും. ബിറ്റ് 7 ഇങ്ങോട്ട് കോൺഫിഗർ ചെയ്ത് വരും. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ എഴുതിയിട്ടുള്ള ബിറ്റ് 7 and 6 ഉണ്ട്. AD-CS1-ഉം AD-CS0. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ PIC16 എന്ന മൈക്രോ കൺട്രോളറിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 20 മെഗാഹെർട്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ADC കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രീക്വൻസി എത്താൻ 1.6-നും 6.4 മൈക്രോ സെക്കൻഡ്സിനും ഇടയ്ക്ക് നിന്നാലേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടത്തുള്ളൂ. നമുക്ക് കറക്റ്റ് കൺവേർഷൻ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ FOC-നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഏതാ എടുക്കുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ FOC/16 അല്ലെങ്കിൽ FOC/8 എടുക്കും. ഇത് രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ക്ലോക്ക് ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നത്. ADC കൺവേർഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം. അപ്പൊ ഇതിൽ ഏത് എടുക്കുമെന്ന് വെച്ചാൽ രണ്ടും നോക്കിയാൽ AD-CS1-ഉം AD-CS0 നമുക്ക് എന്താ 0-യും 1-ഉം കൊടുക്കുക. പക്ഷെ ഇതും 0-യും 1-ഉം ആണ്. അപ്പം ഇതിൽ ഏതെടുത്താലാണ് കറക്റ്റ് FOC/16 അല്ലെങ്കിൽ FOC/8 കിട്ടുന്നതെന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ രജിസ്റ്റർ AD-1, സെക്കൻഡ് കൺട്രോൾ രജിസ്റ്റർ ആയ AD-1-ലെ AD-CS2 എന്ന ബിറ്റ് തീരുമാനിക്കും FOC/8 എടുക്കണോ FOC/16 എടുക്കണോ. നമ്മളിപ്പോ 0 എടുത്തു കഴിഞ്ഞാൽ എന്താ FOC/8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതേ സമയത്ത് 1 ആണ് എടുക്കുന്നെങ്കിൽ എന്തായി തീരുമാനിക്കും? FOC/16 ആയിട്ട് തീരുമാനിക്കും. അപ്പൊ ആക്ച്വലി നമ്മുടെ AD-CS അല്ലെങ്കിൽ നമ്മുടെ FOC/8 ആണോ 16 ആണോ തീരുമാനിക്കുന്നത് AD-1 ആയ രണ്ടാമത്തെ കൺട്രോൾ രജിസ്റ്ററിലെ AD-CS2 ബിറ്റ് ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ തൽക്കാലം FOC/16 തന്നെ എടുക്കും. FOC/16 എടുക്കുമ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ AD-CS1-ഉം AD-CS0 എന്തായി മാറും? ഇത് 0 ആവും, ഇത് 1 ആവും. അപ്പൊ ഇവിടെ 0 ആവും, ഇവിടെ 1 അല്ലേ? അപ്പൊ ഇവിടെ 0 ഇട്ട്
ജസ്റ്റ് 1 ഉണ്ട്. ഓക്കെ, ഇനി വന്നിട്ട് ബാക്കി അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത ബിറ്റ് 5ഉം 3 നമ്മൾ ഏതൊക്കെ ബിറ്റ് ചെയ്ത് ബിറ്റ് 7ഉം ബിറ്റ് 6ഉം ചെയ്ത്. ഇനി അടുത്ത ബിറ്റ് 5 to 3 ആണ്. സി സി എച്ച് എസ് ടു മുതൽ സി എച്ച് എസ് സീറോ മുതൽ ഈ 3 ബിറ്റാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്. ആ ബിറ്റിനെ പറ്റി എന്താ പറഞ്ഞാൽ അനലോഗ് ചാനൽ സെലക്ട് ബിറ്റ്. നമുക്ക് ഏത് ചാനൽ സെലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സ് 16 അകത്ത് മൊത്തത്തിൽ AN0 മുതൽ AN7 വരെ ഉണ്ട് ചാനൽ. അപ്പൊ നമുക്ക് ജസ്റ്റ് കോൺഫിഗർ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ചാനൽ 0 അല്ലെങ്കിൽ AN0 തന്നെ എടുക്കാം. അപ്പൊ AN0 ആണ് എടുക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുക, ആദ്യത്തെ 3 ബിറ്റ് എന്താവും, 0 ആവും. അപ്പൊ എന്താണ് ഇവിടെ വരുമ്പോൾ ഈ ബിറ്റും 0, ഈ ബിറ്റും 0, ഈ ബിറ്റും 0. അപ്പൊ 5 to 3 3 ബിറ്റ് 0 ആണ്. ഇനി അടുത്തത് ഗോ ഡൗൺ ബിറ്റ് ആണ്. ഇതൊരു മെയിൻ ബിറ്റ് ആണ്. ഇതിന്റെ അകത്ത് എഴുതുക അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ സ്റ്റാറ്റസ് ബിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് സ്റ്റാറ്റസ് ബിറ്റ് ആണ്, എ ഡോൺ ബിറ്റ്. എ ഡോൺ ബിറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബിറ്റിലാണ്. എ ഡോൺ ബിറ്റ് 1 ആകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ഈസ് ഇൻ പ്രോഗ്രസ്. ഇത് 1 ആയി കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൺവേർഷൻ സ്റ്റാർട്ട് ആയി എന്നാണ് അർത്ഥം. അതേസമയത്ത് എ ഡോൺ ബിറ്റ് 0 ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, കൺവേർഷൻ സ്റ്റോപ്പ് ആയി. നോട്ടിൽ വർക്കിംഗ് അല്ല, കൺവേർഷൻ ഒന്നും തുടങ്ങിയിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മുടെ ഗോഡോൺ ബിറ്റ് ആണ് ആക്ച്വലി എന്താ അതിന്റെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ഇപ്പൊ എന്താണ്, നിലവിൽ അതിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് അറിയിക്കുന്നത് ഗോഡോൺ ബിറ്റ് ആണ്. ഗോഡോൺ ബിറ്റ് 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ കൺവേർഷൻ സ്റ്റാർട്ട് ആയതാണ്. അപ്പൊ നമുക്ക് എന്ത് തൽക്കാലം ഗോഡോൺ ബിറ്റ് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, 0 ആക്കി വെക്കാം. പ്രോഗ്രാമിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, അത് നമുക്ക് വഴിയെ നമുക്ക് എന്താ അത് 1 ആകാം. അപ്പൊ തൽക്കാലം ഞാൻ കൺവേർഷൻ ഗോഡോൺ ബിറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ സ്റ്റാറ്റസ് ബിറ്റ് ഞാൻ 0 ആക്കി വെച്ചു. പിന്നെ ഉള്ള അടുത്ത ബിറ്റ് ഏതാന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുള്ള അൺഇംപ്ലിമെന്റ് ബിറ്റ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും റീഡ് ആ 0 എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ആ ബിറ്റ് ഞാൻ എന്താക്കി 0 ആക്കി വെച്ചു. പിന്നെ ഉള്ള എന്താണ് എ ഡോൺ ബിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു എ ഡോൺ ബിറ്റ് എന്ന് വെച്ചാൽ എന്താ, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ മൊഡ്യൂൾ പവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 1 കൊടുത്ത എന്താ, അനലോഗ് ടു ഡിജിറ്റൽ ആ മൊഡ്യൂൾ എന്താ പവർഡ് ഒക്കെ. അതേ സമയത്ത് 0 ആക്കി വെച്ചാൽ എന്താ പ്രത്യേകത, അതിന് പവർ ഒന്നും കാണത്തില്ല, അത് ഓഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നമുക്ക് എന്തുവാ മൈക്രോ കൺട്രോളർ പവർ കൺസ്യൂം കുറയ്ക്കാം. എന്ന് വെച്ചാൽ വേറെ ആ ഒരു പവർ നമുക്ക് വേറെ ഏതെങ്കിലും യൂസ് ചെയ്യാം. തൽക്കാലം നമുക്കിപ്പോ അനലോഗ് ADC നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് 0 ആക്കി തന്നെ. ഇവിടെ അപ്പൊ വേറൊരു പ്രത്യേകതയാണ് ഗോഡൗൺ ബിറ്റിന്റെ പ്രത്യേകത വെച്ചാൽ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗോഡൗൺ ബിറ്റിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ കൺവേർഷൻ കഴിയുമ്പോൾ നമ്മൾ അതിനെ പിടിച്ച് 0 ആക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, അതിന്റെ വാല്യൂ 0 ആയിക്കോളും. നമ്മൾ വേറെ മാനുവലി നമ്മൾ എന്ത് ചെയ്യേണ്ട, 0 ആക്കി വെക്കണം. അപ്പൊ ഗോഡൗൺ ബിറ്റ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, കൺവേർഷൻ സ്റ്റാർട്ട് ആയിന്നാണ് അർത്ഥം. അതേ സമയത്ത് കൺവേർഷൻ ഫുൾ കംപ്ലീറ്റ് ആകുമ്പോൾ ആ ഗോഡൗൺ ബിറ്റിന്റെ വാല്യൂ എന്താ, ഓട്ടോമാറ്റിക്കലി അത് എന്തായിക്കോളും, 0 ആയിക്കോളും. അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ എന്താ പവർ അപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ കൊടുത്തു, 1 കൊടുത്തു. ഇതാണ് AD0 അല്ലെങ്കിൽ ഫസ്റ്റ് കൺട്രോൾ ബിറ്റിന്റെ എന്താ നമ്മൾ കോൺഫിഗർ ചെയ്യും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും, ഇപ്പം ഇതിന്റെ അകത്തുള്ള ലാസ്റ്റ് അപ്പൊ AD0 നമ്മൾ എന്താ കോൺഫിഗർ ചെയ്യും. അപ്പൊ അതിന്റെ വാല്യൂ എത്ര വരും, ഹെക്സാഡെസിമലിലേക്ക് എഴുതണം. അപ്പൊ AD0 നമ്പർ 0x41 ആയിരിക്കും. അപ്പൊ AD0ന്റെ വാല്യൂ നമുക്ക് 0x41 ആണ്. ഇനി അടുത്ത കൺട്രോൾ രജിസ്റ്റർ ഏതാണ്, അടുത്ത കൺട്രോൾ രജിസ്റ്റർ ഏതാന്ന് വെച്ചാൽ AD0 ആണ്. AD1 എന്താന്ന് വെച്ചാൽ അടുത്ത കൺട്രോൾ രജിസ്റ്റർ ആണ്. ഈ കൺട്രോൾ രജിസ്റ്ററിൽ നമുക്ക് മെയിൻലി ഇതിന്റെ ഉണ്ട് 8 ബിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താണ് ആദ്യം ADFM ബിറ്റ് നമ്മൾ കോൺഫിഗർ ചെയ്യും. ADFM ബിറ്റ് എന്താണെന്ന് പറയാം, റിസൾട്ട് ഫോർമാറ്റ് സെലക്ട് ബിറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അത് നമുക്ക് റിസൾട്ടിനെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണമെന്നാണ്. അപ്പൊ ADFMന്റെ വാല്യൂ 1 ആണെങ്കിൽ റൈറ്റ് ജസ്റ്റിഫൈഡ് എന്നും ADFMന്റെ വാല്യൂ 0 ആണെങ്കിൽ ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് റൈറ്റ് ജസ്റ്റിഫൈഡ്, ലെഫ്റ്റ് ജസ്റ്റിഫൈഡ്, അത് താഴെയായിട്ട് നമ്മുടെ ഡേറ്റാ ഷീറ്റിന്റെ ഏറ്റവും മിഡിലായിട്ട് ഏകദേശം ഇവിടെ ആയിട്ട് കറക്റ്റ് റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ എന്താണ്, ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട് റൈറ്റ് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിന് ADRESHഉം ADRESL കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞത്. 8 ബിറ്റിന് 2 രജിസ്റ്റേഴ്സ് നമ്മൾ എന്താ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്.
അതിൻ്റെ അകത്ത് ആദ്യം ADRESH വെക്കും, പിന്നെ എന്ത് ചെയ്യും, ADRESL വെക്കും. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ 10 ബിറ്റ് നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കി ലെഫ്റ്റ് സൈഡിൽ 6 സീറോസ് അടുക്കി വെക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും, റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. അതേ സമയത്ത് ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ, അതേപോലെ ADRESലും ആദ്യം കയറ്റി വെച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ 10 ബിറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് കഴിഞ്ഞിട്ട് ബാക്കി 6 ബിറ്റ്സിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ സീറോസ് ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. റൈറ്റ് ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക, ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് എന്നാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യിക്കുക. റിസൾട്ട് എത്ര ബിറ്റാണ്, 10 ബിറ്റാണ്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ ആണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ലെഫ്റ്റ് വേണമെങ്കിൽ ലെഫ്റ്റ് എടുക്കാം, റൈറ്റ് വേണമെങ്കിൽ റൈറ്റ് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ത് വരും, ഞാൻ ജസ്റ്റ് കണ്ട ഇവിടെ റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ എന്താ 1 കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ ADCS2 നമ്മൾ നേരത്തെ അവിടെ FOC/16 എടുക്കണോ FOC/8 എടുക്കണോ എന്നുള്ളത് നമ്മൾ നേരത്തെ FOC/16 ആണ് എടുക്കുന്നത്. അപ്പൊ ADCS2ന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പൊ നമ്മൾ എന്താ 1 ഇട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ബിറ്റ് ഏതാണ്, അടുത്ത ബിറ്റ് 5, 4 ഒന്ന് അൺഇംപ്ലിമെന്റഡ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് എന്താ 0 ആയിട്ട് വിളിക്കാം, 0, 0. ഇത് കഴിഞ്ഞിട്ടില്ല അടുത്ത ബിറ്റ് ഏതാന്ന് നോക്കാം. അടുത്ത ബിറ്റ് ആണ് ബിറ്റ് 3 മുതൽ ബിറ്റ് 0 ആണ്. എന്താ വെച്ചാൽ PCFG3 മുതൽ PCFG0 വരെ. ഇതെന്ന് വെച്ചാൽ അനലോഗ് പോർട്ട് കോൺഫിഗറേഷൻ. നമുക്ക് അനലോഗ് പോർട്ട് കോൺഫിഗറേഷൻ ആ പോർട്ടിന് നമുക്ക് കോൺഫിഗർ ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ADCS0 കോൺഫിഗർ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ചാനൽ സെലക്ട് ചെയ്തായിരുന്നല്ലോ. നമ്മളിവിടെ യൂസർ ചാനൽ സെലക്ട് ചെയ്ത ഏതാ, AN0 ആണ്. അപ്പൊ അനലോഗ് ചാനൽ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താ, ഇവിടെ AN0, AN1, AN2 അപ്പ് AN7 വരെ ഉണ്ട്. PIC16 ഓഫ് 877 എന്ന മൈക്രോ കൺട്രോളിനകത്ത് മൊത്തത്തിൽ 8 അനലോഗ് ചാനൽസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ സെലക്ട് ചെയ്ത് എത്രയാണ്, AN0 എന്ന ചാനലാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ചാനൽ എനിക്ക് എന്താവണം, അനലോഗ് ഔട്ട് എനിക്ക് തരണം അല്ലേ. അപ്പൊ ഞാൻ ബാക്കിയെല്ലാം എനിക്ക് എന്ത് വേണമെങ്കിലും ആക്കാം, ഡിജിറ്റൽ ആക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അനലോഗ് ആക്കാം. ഞാൻ ഇവിടെ തൽക്കാലം എന്ത് ചെയ്യുന്നു, എല്ലാ ചാനലും ഞാൻ എന്താ ചെയ്യുന്നത്, 0 ആക്കും. എല്ലാ ചാനലും ഞാൻ അനലോഗ് ആക്കുക. അങ്ങനെ എല്ലാ ചാനലും അനലോഗ് ആക്കുവാണെങ്കിൽ എനിക്ക് ഏത് വാല്യൂ കൊടുക്കണം, ഫുൾ 0 കൊടുക്കണം. അപ്പൊ ഞാൻ ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാം ബിറ്റും ഞാൻ 0 ആക്കുക. ഈ ബിറ്റ് 0 കൊടുത്ത്, ഈ ബിറ്റ് 0 കൊടുത്ത്, ഈ ബിറ്റ് 0 കൊടുത്ത്. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് കോൺഫിഗറേഷൻ വരുന്നത്. ഈ ബിറ്റ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ, ഇത് 8, ഇത് 4 ആയിരിക്കും. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ ADCON 1 ഇതിന്റെ വാല്യൂ ആണ് 0xC0 എന്ന് പറയും. അപ്പൊ ADCON 0, 1 ADCON 0 നമ്മൾ എന്താ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത്രയാണ് കോൺഫിഗറേഷന്റെ കേസിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി, ADCON 0 കോൺഫിഗർ ചെയ്യാൻ നോക്കി, ADCON 1 കോൺഫിഗർ ചെയ്യാൻ നോക്കി, പിന്നെ റിസൾട്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കി. നമ്മളിപ്പോ റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ADRESHും ADRESLും കൂടി നമ്മൾ എന്താ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് 10 ബിറ്റിൽ നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് കിടക്കുകയും ബാക്കി 6 വേക്കൻസിയിൽ നമ്മൾ എന്താ സീറോസ് കൊണ്ട് അലോക്കേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ നോക്കിയത്. ADC റിസൾട്ട് എന്ന് പറഞ്ഞാൽ 10 ബിറ്റ് ആണ്. നമ്മുടെ കൺട്രോൾ എത്ര ബിറ്റ് ആണ്, 8 ബിറ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോഡിലോട്ട് വരാം. കോഡിലോട്ട് വരുമ്പം ഇതാണ് നമ്മുടെ കോഡ്. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അനലോഗ് വാല്യൂനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഡിജിറ്റൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, LCDയിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമുക്ക് ആദ്യം പ്രോട്ടീസിലോട്ട് പോകാം. പ്രോട്ടീസിൽ ഇതാണ് നമ്മുടെ പ്രോട്ടീസ്. ഇവിടെ ഞാൻ എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യോമീറ്റർ എന്താ, ഒരു അനലോഗ് സെൻസർ ആണ്, അല്ലെങ്കിൽ ഒരു അനലോഗ് വാല്യൂ വരുന്ന സംഭവമാണ്. ഇതിന്റെ വാല്യൂ എന്താ, 0 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് മാക്സിമം 1023 വരെ പോവാം. അപ്പം ഇതൊരു അനലോഗ് വാല്യൂ ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഈ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ PIC16 ഓഫ് 877 എന്ന നമ്മുടെ കൺട്രോളർ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ വാല്യൂ ആയിട്ട് നമുക്ക് തരും. ഞാൻ ഇവിടെ ഒരു 0 മുതൽ 3, ഇവിടെ 0 to 1023 ആണ്. അതിനെ ഞാൻ മാപ്പ് ചെയ്ത് 0 to 3 എന്ന വാല്യൂക്ക് ഇടയ്ക്കായിട്ട് പ്രിന്റ് ചെയ്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, എന്റെ LCDയിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, LCDയിൽ മെയിൻലി 3 പിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിന്നാണ് RSRW എനേബിൾഡ്. അപ്പം ഈ RSRW എനേബിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പിന്നാണ് RS പിൻ. ഇതെന്താണ്, രജിസ്റ്റർ സെലക്ഷൻ ബിറ്റ് എന്ന് പറയും.
അപ്പൊ എന്താണ് രജിസ്റ്റർ സെലക്ഷൻ ബിറ്റ്? അത് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ മോഡിലോട്ട് മാറാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡ് മോഡിലോട്ട് മാറാം. ഈ ഡേറ്റ മോഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആർ എസ് പിൻ ഈക്വൽ ടു 1 കൊടുത്താൽ എന്താ, ഡേറ്റ മോഡിലോട്ട് പോകും. അതേ സമയത്ത് ആർ എസ് പിൻ ഈക്വൽ ടു 0 കൊടുത്താൽ എന്താ സംഭവിക്കും, ഇൻസ്ട്രക്ഷൻ മോഡ് അല്ലെങ്കിൽ കമാൻഡ് മോഡിലോട്ടാണ് മാറുന്നത്. പിന്നെ ഉള്ള എന്താണ്, ആർ ഡബ്ല്യു പിൻ ആണ്. ഈ ആർ ഡബ്ല്യു പിൻ എന്താണെന്ന് വെച്ചാൽ റീഡ് ഓർ റൈറ്റ് ബിറ്റ് ആണ്. അതിന് നമ്മൾ റൈറ്റ് ആയിട്ട് ആ പിന്നെ നമുക്ക് റൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആർ ഡബ്ല്യു പിന്നെ നമുക്ക് 0 ആക്കണം. അതേ സമയത്ത് 1 ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർ ഡബ്ല്യു പിന്നിനെ റീഡ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർ ഡബ്ല്യു പിൻ ഈക്വൽ ടു 1 കൊടുത്താൽ എന്ത് സംഭവിക്കും, റീഡ് ആവും. ആർ ഡബ്ല്യു ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള മൂന്നാമത്തെ പിന്നാണ് എനേബിൾ പിൻ. എനേബിൾ പിന്നെ ഹൈ ആക്കുമ്പോൾ എന്താ സംഭവിക്കും, അല്ലെങ്കിൽ 1 ആക്കുമ്പോൾ എന്താ സംഭവിക്കും, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. എനേബിൾ പിൻ 0 ആക്കുമ്പോൾ എന്താ സംഭവിക്കും, ഡേറ്റ ട്രാൻസ്ഫറിങ് തീരും. ഇത് ഇത്രയാണ് എന്താ മെയിൻലി നമ്മുടെ ഈ എൽ സി ഡിയിൽ വരുന്ന മെയിൻലി 3 പിൻസ് വരുന്നത്. പിന്നെ ഉള്ള ബാക്കി പിന്നിന് വഴി ഇത്രയും പോർട്ട് സി അത് കണക്ട് ചെയ്തിരിക്കാൻ ഫുള്ള് പോർട്ട് സി ആണ്, D0 മുതൽ D7. ഈ ഇത്രയും പിന്നിൽ കൂടെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് പാസ് ചെയ്യുന്നത്. ഈ D0 മുതൽ D7 എന്ന് വെച്ചാൽ പോർട്ട് സിയിലാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പോർട്ട് ബിയിലും പോർട്ട് സിയിലായിട്ടാണ് നമ്മുടെ എന്താ എൽ സി ഡി കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എൽ സി ഡി എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണല്ലേ. അപ്പൊ എന്താ 0x00 ആണ് എന്താണ് ഔട്ട്പുട്ട് ആക്കി നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പൊ പ്രിസ് ബി ഈക്വൽ ടു 0x00 എന്നും പ്രിസ് സി ഈക്വൽ ടു 0x00 എന്നും കൊടുത്ത് എന്താ നമ്മുടെ എൽ സി ഡി നമ്മൾ ഔട്ട്പുട്ട് ആക്കി വെച്ചത്. അപ്പൊ നമ്മൾ കോഡിലോട്ട് വരുമ്പോൾ ആദ്യം മുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്ത് രണ്ട് ഹെഡർ ഫയൽ വിളിച്ചിട്ടുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് XC.h എന്നും ഹാഷ് ഇൻക്ലൂഡ് STDI.h എന്നും. ഇത് രണ്ടും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് നമ്മുടെ പ്രോഗ്രാം റൺ ആവാൻ വേണ്ടിയിട്ട് കുറെ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഒക്കെ അതിൻ്റെ അകത്ത് വിളിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് എന്താ ഹാഷ് ഡിഫൈൻ XCL അണ്ടർസ്കോർ FREQ 20 MHz എന്ന് ഒരെണ്ണം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാക്രോ ആണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ താഴെയായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഡിലേ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ എന്താണ് ബാക്കി ഒരു 3 പിന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ RS പിൻ, RW എനേബിൾ പിൻ. ഈ 3 പിന്ന് ഞാൻ എന്ത് ചെയ്യണം, മേളിൽ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. RB0ലാണ് RS പിൻ കണക്ട് ചെയ്തിരിക്കുന്നത്, RB1ലാണ് RW കണക്ട് ചെയ്തിരിക്കുന്നത്, RB2ലാണ് എന്റെ എനേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എൽ സി ഡി പ്രോപ്പർ ആയിട്ട് വർക്ക് ആവാൻ വേണ്ടി ഞാൻ മെയിൻലി 3 ഫംഗ്ഷൻസ് വിളിച്ചിട്ടുണ്ട്. ഇവിടെ 3 ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കോഡിന്റെ താഴെയായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കോളും ചെയ്തിട്ടുണ്ട്, അതിന് ഡിഫൈനും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഇതാണ് വോയിഡ് CMD അൺസൈൻ ക്യാർ എ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഇത് ഞാൻ കമാൻഡ് ഫംഗ്ഷൻ വർക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. തൊട്ട് താഴെന്ന് വെച്ചാൽ ഡേറ്റ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനും ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷനിലോട്ട് കയറി. മെയിനിനകത്തോട്ട് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൽ സി ഡി എന്തായാലും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്യുന്ന എൽ സി ഡി പോർട്ട് ബിയിലും പോർട്ട് സിയിലും ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രിസ് ബി ഈക്വൽ ടു 0x00 എന്നും ട്രിസ് സി ഈക്വൽ ടു 0x00 എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള എന്താണ്, പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഞാൻ പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഈ പൊട്ടൻഷ്യോമീറ്റർ എടുക്കണമെങ്കിൽ ഈ ഡയോഡിന്റെ പടമായിട്ടുള്ള കമ്പോണന്റ് മോഡിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, പോർട്ട് HG എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് കിട്ടും. ജസ്റ്റ് ഇവിടെ നോക്കിയിട്ട് എൻ്റർ അടിച്ചാൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ വരും. അപ്പൊ പൊട്ടൻഷ്യോമീറ്റർ ഞാൻ കണക്ട് ചെയ്ത് AN0 അല്ലെങ്കിൽ പോർട്ട് A എന്ന പോർട്ടിലാണ്. പൊട്ടൻഷ്യോമീറ്റർ എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലേ. അപ്പൊ ഞാൻ പൊട്ടൻഷ്യോമീറ്റർ ഇൻപുട്ട് ആയിട്ട് 0x01 എന്ന് കൊടുത്ത് ട്രിസയില്. അടുത്ത എന്താണ്, നമ്മൾ എന്ത് ചെയ്ത് രണ്ട് കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ADCക്ക്, AD-CON 0, AD-CON 1. അത് രണ്ടിനെ കൺട്രോൾ രജിസ്റ്റേഴ്സ് ആണ്. അത് രണ്ടിനെയും എന്ത് ചെയ്ത് രണ്ട് രജിസ്റ്റേഴ്സ് ഞാൻ കൊടുത്ത് 0x41 എന്നും നേരത്തെ നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചേക്കാണ്. അത് അതേപോലെ കോൺഫിഗർ ചെയ്ത് അതേപോലെ കൊടുത്ത് 0xF41 എന്നും 0xE0 എന്നും. അത് കഴിഞ്ഞിട്ട് എന്താ, കുറച്ച് എൽ സി ഡി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കുറച്ച് കമാൻഡ് കൊടുത്ത് എൽ സി ഡി ഓൺ ആവാനും എൽ സി ഡിയുടെ മുമ്പ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി പോകാനും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഞാൻ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ലൂപ്പ്. വൈലിന്റെ അകത്തോട്ട് കയറിയിട്ട് ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്ത് ഇന്റ് ADC റിസൾട്ട്. ഇന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ടൈപ്പ് ആണ്, അതിന് 4 ബൈറ്റ് ആണ്. അപ്പൊ 32 ബിറ്റ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ തൊട്ട് താഴെ ഒരു അറേ വിളിച്ചിട്ടുണ്ട്, ക്യാർ ARR of 6 എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു 2 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്ത്
അത് കഴിഞ്ഞിട്ട് എന്താണ് ഗോഡൌൺ ബിറ്റ് ഈക്വൽ ടു 1 ആക്കി. ഗോഡൌൺ ബിറ്റ് എന്ന് വെച്ചാൽ എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ADC കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഗോഡൌൺ ബിറ്റ് എന്ത് ചെയ്യണം, 1 ആക്കണം. അപ്പൊ ഗോഡൌൺ ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, കൺവേർഷൻ സ്റ്റാർട്ട് ആയി എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഗോഡൌൺ ബിറ്റ് കൺവേർഷൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞതിന് ശേഷം കൺവേർഷൻ തീരുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിന്റെ വാല്യൂ എന്തായിക്കോളും എന്ന് പറഞ്ഞു, 0 ആയിക്കോളും എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം വൈൽ ഗോഡൌൺ ബിറ്റ് ഇതിന്റെ അകത്ത് വെക്കുക, വൈലിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി കൺവേർഷൻ കഴിയുമ്പോൾ എന്താവും, അത് വയലിന് പുറത്ത് ഇറങ്ങിക്കോളും. അത് കഴിഞ്ഞിട്ട് എന്താണ് CMD0x80. CMD0x80 എന്ന് പറഞ്ഞാൽ LCD-ക്കകത്ത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ കഴ്സർ വന്ന് ബ്ലിങ്ക് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് 0x80 കൊടുക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ എന്ന് വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് ഡബിൾ കോട്സിനുള്ളിൽ വോൾട്ടേജ് എന്ന് എഴുതുമ്പോൾ വോൾട്ടേജ് എന്ന് LCD-ക്കകത്ത് പ്രിന്റ് ആയി കാണിക്കും. ഇനി അടുത്ത വരിയാണ് ഏറ്റവും മെയിൻ. ADC റിസൾട്ട് ഈക്വൽ ടു 0 ADRESH ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 8 പ്ലസ് ADRESL. ഇതെന്ന് വെച്ചാൽ എന്താണ്, കമ്പൈനിങ് ദ അപ്പർ ആൻഡ് ലോവർ ബൈറ്റ്സ്. ഞാൻ പറഞ്ഞായിരുന്നു റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ ആണെന്ന് തന്നെ. അപ്പൊ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് എന്റെ രണ്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റേഴ്സ് വെച്ച്, അത് കഴിഞ്ഞിട്ട് എന്താണ്, എന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് എന്റെ ഡേറ്റാസ് ഞാൻ ഫുൾ എഴുതി വെച്ചത്. റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ ആണെങ്കിൽ എന്റെ അകത്തൊന്ന് റൈറ്റ് സൈഡിൽ ഇത് ഡേറ്റ 10 ബിറ്റിൽ എന്റെ ഡേറ്റ സ്റ്റോർ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി 6 ബിറ്റ്സിൽ എന്ത് ചെയ്ത് വെച്ച് ഞാൻ സീറോസ് അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്, കമ്പൈനിങ് ദ അപ്പർ ആൻഡ് ലോവർ ബൈറ്റ്സ്, കമ്പൈനിങ് ദ അപ്പർ 8 ബിറ്റ്സ്, അപ്പർ 8 ബിറ്റ്സിനെ കമ്പൈൻ ചെയ്യാനും പിന്നെ ലോവർ 2 ബിറ്റ്സ് ADRESLന്റെ ലോവർ 2 ബിറ്റ്സും തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം ആദ്യം ADRESH ഞാൻ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 8 ചെയ്തു. അപ്പം ആ സൈഡ് ADRESHൽ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 8 ചെയ്തതിനു ശേഷം അതും അപ്പം നമുക്കൊരു വാല്യൂ കിട്ടും, ഫുൾ 000 ആയിരിക്കും. അതേ പ്ലസ് ADRESLും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് എന്താണ് നമ്മുടെ ADC റിസൾട്ട് എന്ന് പറയുന്നത്. ആ ADC റിസൾട്ടിനെ എന്താണ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ വാല്യൂ 1023 ആണ്, 0 മുതൽ 1023 ആണ്. അതിനെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റലായിട്ട് എനിക്ക് LCD പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഏതിന്റെ ഇടയ്ക്കായിട്ട്, 0യ്ക്കും 3യ്ക്കും ഇടയ്ക്കായിട്ട് എനിക്കൊരു ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഞാൻ ഇവിടെ 0 മുതൽ 3 വരെയുള്ള ഇടയ്ക്കുള്ള വാല്യൂയിൽ പ്രിന്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പൊ 0 to 3യുടെ ഇടയ്ക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ആ റിസൾട്ട് എത്ര, എനിക്കൊരു 0.02 അല്ലെങ്കിൽ എന്ന് വെച്ചാൽ 2 ഡെസിമലിൽ എനിക്ക് വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 0.02F എന്ന് കൊടുക്കുന്നത്. അതിന് B എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം എന്താ, ഡിസ്പ്ലേ ARR എന്ന് വെച്ചാൽ എന്താണ്, ആ വാല്യൂ അറയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അറ എന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. തൊട്ട് താഴെ എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കമാൻഡ് മോഡും ഡേറ്റ മോഡിലും ഒക്കെ വർക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള നേരത്തെ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ എന്താ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുവാണ്. RS ഈക്വൽ ടു 0 വിളിച്ചാൽ എന്താ സംഭവിക്കുന്നത്, കമാൻഡ് മോഡിലോട്ട് മാറും. RW ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ആയി. പിന്നെ എനേബിൾ ഹൈ ആകുമ്പോൾ നമ്മൾ ഡേറ്റാസ് പാസ് ചെയ്യും. പിന്നെ 50 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്താ ലോ ആക്കി വയ്ക്കും. അതുപോലെ തന്നെയാണ് ഡേറ്റയും. ഡേറ്റ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ RS ഈക്വൽ ടു 1 ആണ് എന്ന് വെച്ചാൽ ഡേറ്റ മോഡ് 1ലോട്ടാവും. RS ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താവും, ഡേറ്റ മോഡിലോട്ട് മാറും. പിന്നെ അത് റൈറ്റ് ചെയ്യും. പിന്നെ എനേബിൾ ഹൈ ആക്കും. പിന്നെ 0 ആക്കും. പിന്നെ ലാസ്റ്റ് എന്താ, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. വാല്യൂസ് ഓരോന്നായിട്ടായിരിക്കും ഡേറ്റ വരുന്നത്. പക്ഷെ എനിക്കൊരു സ്ട്രിങ് ആയിട്ട് വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഒരു അറേ വിളിച്ചതിന് ശേഷം അത് ഒരൊറ്റ സ്ട്രിങ് ആയിട്ട് LCD പാസ് ചെയ്ത് കാണിക്കും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഇവിടെ ബിൽഡ് വന്നിട്ട് ബിൽഡ് മെയിൻ പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് റൺ ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടുത്തെ ഹെക്സ് ഫയൽ നമുക്കൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യും. ജസ്റ്റ് ഹെക്സ് ഫയൽ കോപ്പി ചെയ്യുക. നമ്മുടെ പോർട്ടീസിലോട്ട് വരണം. കൺട്രോളിൽ ഡബിൾ ടാപ്പ് ചെയ്യണം. കൺട്രോളിൽ ഡബിൾ ടാപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് നേരത്തെ എന്തെങ്കിലും എഴുതിയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയണം. കൺട്രോൾ V അടിച്ച് കോപ്പി പേസ്റ്റ് ചെയ്യണം. 20 MHz ആണോ എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഓക്കെ അടിക്കണം. ഓക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കണ്ട വോൾട്ടേജ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. ഞാൻ ഈ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുമ്പം എന്ത് വാല്യൂ ഇവിടെ മാറുന്നുണ്ടാന്ന് നോക്കണ്ട. 0.51 വാല്യൂ മാറുന്നുണ്ടാ. ഞാൻ ഇവിടെ ഏറ്റവും മിനിമം വാല്യൂലോട്ട് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ 0% ഇടുമ്പോൾ എന്താ, ഇവിടെ 0 ആവുന്നുണ്ട് അല്ലേ. ഇനി ഞാൻ ഇതെടുത്ത് പിടിച്ച് ഏറ്റവും മാക്സിമം വാല്യൂ 100% ഇടുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് വാല്യൂ 3 ആവുന്നുണ്ട്. ഇതാണ് അനലോഗ് വാല്യൂവിനെ ADC അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളറിന്റെ അകത്തിരിക്കുന്ന ADC കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് എന്താണ് വാല്യൂ വന്നത്. ഇതൊരു ഡിജിറ്റൽ വോൾട്ടിമീറ്റർ എന്നുള്ള ഒരു പ്രോജക്റ്റിന്റെ ഒരു പ്രോട്ടീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ADC അഥവാ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ.